ഗായ്സ് അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വലിയ പെരുന്നാൾ ഇവിടെ എത്തി. അങ്ങനെ ഞാനും ഉമ്മച്ചിയും ഫിദമോളും കൂടിയിട്ടാണ് അങ്ങാടിയിൽ പോയത്. മോനൂസ് ഉണ്ടായിരുന്നു, അമ്മിക്കാട് വീട്ടിൽ അവരെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പെരുന്നാളിന് ഇത്രയും അലങ്കാരമുള്ള ഒരു പ്ലേസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ പൊന്നാനിൽ തന്നെയാണ് അലങ്കാരമായിട്ടുള്ള ആ ഒരു ദിവസത്തെ എന്താ പറയുക ഒരു ഭംഗി. അങ്ങനെ പിന്നെ അർഷുവിനും ചിപ്പൂനും ടോയ്സൊക്കെ നോക്കി. അങ്ങനെ അർഷു ഇങ്ങനെ ടോയ്സുമൊക്കെ നോക്കി, ഞാൻ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അവൻ ഒരു ദഫ് എടുത്ത് അതിമേൽ ഇങ്ങനെ മുട്ടി മുട്ടി കളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല അടിപൊളി നമ്മുടെ പൊന്നാനിക്കാർ അലങ്കാരമായ ഒരുപാട് പരിപാടികൾ, ദഫ് മുട്ട്, അങ്ങനെ കുറേ പരിപാടികൾ. അതിൻ്റെ എൻഡിങ് നമ്മളെ MIP സ്കൂളിലായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഒരു അവിൽ മിൽക്ക് കുടിച്ചു, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.